ഈ കാണുന്നത് വിയറ്റ്നാമിലെ ഹാലോങ് ബേ ഒന്നുമല്ല. ഇന്ത്യയിൽ തന്നെ ഭക്ര ഡാമിന് താഴെ ഒഴുകി വരുന്ന സത്ലജ് നദിക്ക് ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ്. അധികമാരും വിസിറ്റ് ചെയ്യാത്തൊരു സ്ഥലം. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവുമായ ചണ്ഡീഗഡിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്റർ ദൂരെ ഹിമാചൽ പ്രദേശിൽ ബിലാസ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് ഭക്ര ഡാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വികസന പദ്ധതികളിൽ ഒന്നായ ഭക്ര ഡാം വലിപ്പത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ഡാമാണ്. ഭക്ര ഡാമിന്റെ റിസർവെയർ ഇന്ത്യയിൽ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗോവിന്ദ് സാഗർ റിസർവെയർ ആണ്. ഇത്രയും വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. റിസർവെയറിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാർക്ക് റിസർവെയർ ക്രോസ് ചെയ്യാനും ടൂർ വരുന്നവർക്ക് എന്റർടൈൻമെന്റിനും ഒക്കെയായി ചെറിയ ബോട്ട് സൗകര്യം ഉണ്ട് ഇവിടെ. ഞങ്ങളും ഒരു ബോട്ട് എടുത്ത് റിസർവെയറിൽ ഒന്ന് കറങ്ങി. ഭക്ര നങ്കൽ ഡാം സത്ലജ് ബീസ് നദിയുടെ വെള്ളപ്പൊക്കം തടയാനും ഇറിഗേഷനും ഫിഷറീസ് ഡെവലപ്പ് ചെയ്യാനും വൈദ്യുതി ഉത്പാദനത്തിനുമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഡാമിന്റെ ഹിസ്റ്ററി പറയുന്ന ഒരു മ്യൂസിയവും ഉണ്ട്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സെറ്റ് കോൺക്രീറ്റ് കുഴിച്ച മെഷീനും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡാമൊക്കെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ഗൂഗിൾ മാപ്പിൽ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് കണ്ടു. അങ്ങോട്ട് പോയി. ഈ 1160 മീറ്റർ നീളമുള്ള വയറും കേബിളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബ്രിഡ്ജിൽ നിന്ന് വിയറ്റ്നാമിനെ തോൽപ്പിക്കുന്ന വ്യൂസ് കാണാം. ഹൈറ്റും വെള്ളവും ഒക്കെ പേടിയുള്ളവർ പോകാതിരിക്കുന്നതാണ് നല്ലത്. ബ്രിട്ടീഷ് കാലത്തുള്ള ബ്രിഡ്ജാണ്, അതുകൊണ്ട് തന്നെ വളരെ പഴക്കമുണ്ട്. നല്ല തുരുമ്പെടുത്തിട്ടുണ്ട്. അതുകൂടാതെ നടക്കുമ്പോൾ നല്ല ഷേക്ക് ചെയ്യുകയും ചെയ്യും. സ്വന്തം റിസ്കിലാണ് ഇവിടെ പോയേണ്ടത്. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രമായി ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തിന് സമ്മാനിച്ച ഭക്ര ഡാം കണ്ട് തിരിച്ചിറങ്ങി. നിങ്ങൾക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.